ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഞ്ഞക്കിളിയായിട്ടാണ് കേട്ടാ കൂട്ടുകാരെ വന്നിരിക്കുന്നത്. മഞ്ഞക്കിളിയുടെ മുകളിപ്പോട്ടുണ്ട് മനസ്സിനുള്ളിൽ എന്റെ ശരണ്യുണ്ടേ എന്നും. അല്ല, ഈ തേങ്ങായി എടുത്തോണ്ട് മകനെ കോട്ടെ ഞാനും അമ്മ ചമ്മന്തി അരയ്ക്കാൻ പറ്റിയ തേങ്ങയാണല്ലോ. ഈ തേങ്ങ കണ്ട കൂട്ടുകാരെ, നല്ല ഉണക്ക തേങ്ങ, നല്ല അടിപൊളി തേങ്ങ. അപ്പൊ ഈ തേങ്ങ കൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്. ശരണ്യ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തതാണ് ചെയ്തു തരാന്ന്. ശരണ്യ മറന്നുപോയി. ഞാൻ മറന്നിട്ടൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് തേങ്ങ കൊണ്ട് എങ്ങോട്ട് പോവാന്ന്. ഇത് കൊണ്ട് നമുക്ക് തേങ്ങാ ചമ്മന്തിപ്പൊടി ഇളക്കാം. തേങ്ങ ചമ്മന്തിപ്പൊടിയ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ. അപ്പൊ എന്റെ ശരണ്യം അമ്മയും കൂടി ചമ്മന്തിപ്പൊടി ഇണക്കി തരും. അപ്പൊ കൂട്ടുകാര്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, നീട്ടുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരണ്യ തയ്യാറാണ്? ഞാൻ എപ്പോഴും റെഡി ഉണ്ട് കൂട്ടുകാരെ. റെഡിയാ. അപ്പൊ നമുക്ക് ഞാൻ ഇത് പൊതിച്ചൊക്കെ തരാം. ആദ്യം ഉണങ്ങ തേങ്ങ പൊതിക്കുവോ? നോക്കാം, ശ്രമിച്ചു നോക്കാം. കാരണം അച്ഛൻ ഈ തുമ്മലൊക്കെ കാരണേ അലർജി പൊടിയൊക്കെ കയറിയിട്ടാണ്. ഇപ്പൊ വെയിലൊക്കെ അല്ലേ. അപ്പൊ അച്ഛൻ ആ തുമ്മല് കാരണം അപ്പൊ ഡോക്ടറെ കാണിച്ച്. അപ്പൊ ഒരു മെഡിസിൻ കഴിച്ചപ്പോ പെട്ടെന്ന് ഉറക്കം വന്നതാണ്. അപ്പൊ അത് കാരണം അച്ഛൻ കിടന്ന് ഉറങ്ങിയാണ്. അപ്പൊ അച്ഛനെ കൊണ്ട് ഇത് കുതിപ്പിക്കാൻ നടക്കുകയല്ല. ഞാൻ തന്നെ ഒന്ന് ശ്രമിക്കട്ടെ, എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ അച്ഛനെ തന്നെ വിളിക്കേണ്ടി ചമ്മന്തിപ്പൊടി ചെയ്തേക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, അങ്ങനെ ശരണ്യതേ ഉള്ളി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ശരണ്യ, ഉള്ളിക്കറി ആണോ തേങ്ങയുടെ പറഞ്ഞിട്ട്? തേങ്ങാ ചമ്മന്തിക്ക് ഉള്ളി വേണ്ടേ? ആ, തേങ്ങാ ചമ്മന്തിക്ക്. അതാണ് നമ്മുടെ അമ്മ തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് ദേ വരുന്നു. കണ്ട തേങ്ങ ചിരണ്ടിട്ടുണ്ട്. ആഹാ, ചമ്മന്തി അടിക്കാൻ. ആ, ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ ചമ്മന്തി അടിക്കാൻ. ചരഞ്ഞ ഉള്ളി വിളിക്കല്ലേ, ഇഞ്ചി എടുത്താ. ഇഞ്ചി എടുത്തു. അപ്പൊ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ആഹാ, ഇന്ന് നീലക്ക ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടാണല്ലോ എൻ്റെ അമ്മ നിൽക്കുന്നത് അല്ലേ? നമുക്ക് നാണുമ്പോ എന്ത് ചെയ്യാനാ. മുന്താസമോള് ഇത്തവണ അയച്ചു വന്ന നൈറ്റ്. അതെ, രണ്ടുപേരും കൂടി അങ്ങോട്ട് തുടങ്ങി. അമ്മ എന്താണ് ഇഞ്ചി? ഞാൻ ഇഞ്ചി ചീവാണ്. ശരണ്യ ഉള്ളി പൊളിക്കുന്നു. കണ്ട, അങ്ങനെ കൂട്ടുകാരെ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊളിച്ചൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഉത്തരവാദിത്തം അമ്മയ്ക്ക്. അതുകൊണ്ട് അതാണ് അങ്ങോട്ട് മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ കണ്ണിലും തെറിക്കുന്നുണ്ട്. അപ്പൊ കണ്ട, ഇന്നങ്ങനെ ഒരു മഞ്ഞക്കിളിയും ഒരു നീലക്കിളിയും കൂടിയുള്ള പാചകം. ഇന്ന് ഞാൻ അങ്ങനെയൊക്കെ പറയണതല്ലേ. നീലക്കിളി ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. നീലക്കിളി ഇന്നുവരെ കണ്ടിട്ടില്ല. അതെ. അപ്പൊ ഇഷ്ടമുള്ള മഞ്ഞക്കിളി, പച്ചക്കിളി. അപ്പൊ കൂട്ടുകാരെ കണ്ട, അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ റെഡിയാണ്. അപ്പൊ ഇനി ഇവർ രണ്ടുപേരും കൂടി ഒന്ന് ചെയ്ത് തന്നാൽ മതി. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാമായിരുന്നു. അപ്പൊ ചിലപ്പോ അന്നേരത്ത് ചിലപ്പോ എണീറ്റ് വരും, അറിയത്തില്ല. ഉറക്കം കൂടിയാണ്. ശരണ്യ, രണ്ടുപേരും കൂടി തുടങ്ങി. അങ്ങനെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചല്ലേ? എണ്ണ ഒഴിച്ചു. അപ്പൊ ഇനി തേങ്ങ ഇട്ടാ മതിയാ? അല്ല, ആദ്യം ചുമന്നുള്ളി, ഇഞ്ചി, ഉണക്കമുളക്. ഒന്ന് കാണിച്ചു കൊടു നമ്മുടെ കൂട്ടുകാരെ, ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത് എന്നിട്ട് പരിചയപ്പെടുത്ത്. ആ പാത്രം താഴെ പോയി. പിന്നെ എടുക്കാം. അപ്പൊ അതെ, ചുമന്നുള്ളി, കുരുമുളക്, ഇഞ്ചി, ഉണക്കമുളക്, കരിയാപ്പില, സാധനം കൊണ്ട് പുളി. അത് പിന്നെ എടുക്കാം. പിഴിപുളി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ചുമന്ന ഉള്ളി ഇടാം.
അമ്മയുടെ നേതൃത്വത്തിലാണല്ലേ നടക്കണത്? കാരണം ഇത് അമ്മയാണ് പറഞ്ഞു കൊടുത്തതല്ലേ? ആ ആ അപ്പോൾ ഇനി എന്നാണ്? അടുത്ത ഇഞ്ചി ഇടണം. ഇച്ചിരി മൂപ്പ ഇച്ചിരി മൂപ്പാവണം. മൂപ്പാകണം. ആ അല്ല, അങ്ങനെ അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ, എന്തോ ഇന്ന് ഈ ചമ്മന്തി പിന്നെ വേറെ വല്ലതും ഉണ്ടായിരുന്നു? ഇതൊന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഒരൈറ്റേ ഇന്ന് ചെയ്യണം. ലൈറ്റേ ചെയ്യുന്നത്. ആ അപ്പൊ ഇത് കത്തുന്നുണ്ടോ തീ? ആ കത്തുന്നുണ്ടല്ലേ? ഇഞ്ചിയും കൂടി ഇട്ട് വെച്ച്. ആ എന്നാണമ്മ? ഇഞ്ചി കൂടി ഇടാൻ ആഹാ, അതെന്നാ ഇട്ടത്? നോക്കട്ടെ. ഇഞ്ചി. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞ ഞാൻ ഇച്ചിരി ഇഞ്ചി കൂടി ഇടാൻ പോകണമെന്ന് പറയണ്ടേ? അമ്മ പോയി ഞാൻ തന്നെ ഉള്ളൂ. ആ അമ്മക്ക് ചുമ വന്നു, അമ്മ പോയി പെട്ടെന്ന്. നമുക്ക് നേരത്തെ ഉണക്കമുളക് ഇടാം. ആ അമ്മ അത് മൂക്കണ കേട്ടപ്പോഴേ അമ്മക്ക് ചുമ വന്നു. ഇങ്ങനെ ശരിയായിട്ട് നോക്കണം. ആ എന്തിനാ ഞാൻ നോക്കട്ടെ. അതാണ് ഞാനും ആലോചിക്കണത്, എന്തിനാ കരിവേപ്പെടുത്ത്? കാണിക്കണ്ടായോ? ആ അതിന് വേണ്ടിയാണല്ലേ. അതിന് വേണ്ടിയാ. അമ്മക്ക് ചുമ വന്നിട്ട് അമ്മക്ക് മാറുന്നില്ല. ഇച്ചിരി വെള്ളമെങ്കിലൊക്കെ എടുത്ത് കുടിയമ്മ. അതെ, ആ ഒരു രക്ഷയില്ല കൂട്ടുകാരെ, എല്ലാം ഓടിക്കളയാണ്. എന്താ പറയാ, അതെ ഈ ഷിജു നിന്ന് ചെയ്യാമായിരുന്നു. ഇതാണ് ഞാൻ ചെയ്തോളാം. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ തേങ്ങയും കൂടി ഇടാം. തേങ്ങയിട്ട് മുപ്പിക്കാറായ ആ ആയി അല്ലേ? അങ്ങനെ ഇതൊന്ന് നന്നായിട്ട്. അതെ, അമ്മ പിന്നെയും വരുന്നുണ്ട്. ആ ഇട്ട് മുളകിട്ടാ എല്ലാം ഇട്ടു. എല്ലാം ഇട്ടെന്ന്. ഇനി നമ്മളെല്ലാം കൂടെ ഇളക്കി കൂട്ടണം. ഇഞ്ചി മൂക്കട്ടെ. അങ്ങനെ ഇതൊന്ന് മൂത്ത് വരട്ടെ അല്ലേ? ഇതൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ അങ്ങനെ ദേ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ. അമ്മയും കൂടി വീണ്ടും വന്ന്. അമ്മേ ചുമയൊക്കെ മാറിയാ? ആ ചുമ മാറി. അതെ ഈ എണ്ണ എണ്ണ ആ ഇതിൻ്റെ ഇഞ്ചി അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് ആ ഇതായിട്ട്. ആ അപ്പൊ ഇതൊന്നും കൂടി നന്നായിട്ട് മൂത്ത് വന്നെ അല്ലേ? ഞാൻ മൂത്തെന്നോർത്താണ് പിന്നെയും ഇല്ല മൂത്ത വീഡിയോ ചെയ്തു. ഇത് മൂക്കാൻ താമസമുണ്ട്. ആ ശരി. എവിടം വരെ ആയി ശരണ്യ? നമുക്ക് മൂപ്പായി വരുന്നതേ ഉള്ളൂ. ആണോ? ആ നോക്കട്ടെ. ആ മൂത്ത് മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുന്നുണ്ട്. ആ പിന്നെ നമുക്ക് ഇടാൻ പോകുന്ന കുരുമുളക് പൊടി, കുരുമുളക് എടുത്ത് വെച്ചില്ലായിരുന്നു, ആ അത് ഇടാൻ പോവാം. കുരുമുളക് അതേപടി ഇടിയണം അല്ലേ? ആ ആഹാ. കുറച്ച് എടുക്കും. എന്റെ ശരണ്യ, എന്തോ ഇത് ഇളക്കി വന്നപ്പോ സ്റ്റൗവേ മൊത്തം ഇതായല്ല ശരണ്യ? തേങ്ങ അല്ലേ, അത് ഇളക്കുമ്പോ പൊടിയ. ആണല്ലേ? ആ ഇനി ശരണ്യ ഇത് ഇനി ഒത്തിരി മൂക്കാനുണ്ടല്ലോ ആ മൂത്തോണ്ടിരിക്കുക അല്ലേ? പെയ്യ മൂക്കുന്നേ നല്ലത്. ആ ഞാൻ ആദ്യം വന്നപ്പോ ഓർത്തേ ആ. മൂത്തെന്നോർത്താണ് ഓടി വന്നത്. ഇല്ല മൂത്തില്ല, ആ നല്ലത് മൂത്ത് നല്ല കരിഞ്ഞിരിക്കും. കറി ഈ കറുത്തിരിക്കും. ആ ആ ആ അതെ അതെ അതെ. അപ്പൊ ഇതൊന്നുകൂടി മൂക്കട്ടെ അല്ലേ? മൂക്കട്ടെ. ശരണ്യ, എന്തോ എവിടം വരെ ഈ രണ്ടുപേരുടെയും പാചകങ്ങളൊക്കെ? നമ്മളിത് പുളി ഇടാൻ പോവാ. പുളിയാ? കാണിച്ചില്ലല്ലോ. ദേ, ആ പുളി പുളി. പുളി ഇട്ട് ഇനി നമ്മൾ കുറച്ച് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടും പുറമെ. ആ മുളക് പൊടിയൊക്കെ ഇടും അല്ലേ? ശകലം, ഒത്തിരി വേണ്ട. ആ ആ എന്നാ മുളക് പൊടിയൊക്കെ ഇട്. ഞാനൊരു കാര്യം പറയാല്ലാന്ന് ഓർത്താണ് ശരണ്യയുടെ. പിന്നെ ഇച്ചിരി കായപ്പൊടി. കായും ഇടുമല്ലേ? ഇനി ഞാൻ വർത്താനം പറയുമ്പോ പൊടിയൊന്നും ചേർത്തില്ലെങ്കിലാന്ന് ഓർത്ത. നമ്മളെ പറഞ്ഞോ ടോബി അവിടെ കിടന്ന്, ടോബി നിനക്കും തരും ചമ്മന്തിപ്പൊടി, അതെ ചമ്മന്തിപ്പൊടിയും അതുകൊണ്ട് നീ വിഷമിക്കണ്ട. പറയാൻ വന്ന പറ. ആ ശരണ്യ, എന്തോ നമ്മുടെ അർത്തിങ്കൽ പള്ളി പെരുന്നാളാണേ. അത് ജനുവരി 10 കൊടി കയറി. അല്ല, ഇന്നും നാളെ മെയിൻ പെരുന്നാളാണ് ശരണ്യ. അതെ, ഇന്നൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണ് അവിടെ. നമ്മൾ പോകുന്നില്ലല്ലോ. ഭയങ്കര ആള്. എന്റെ ശരണ്യ അങ്ങനെ പറയുന്നത്. ശരണ്യനെ ഞാൻ കൊണ്ടുപോകാറുള്ളതല്ലേ അവിടെ? ഈ വർഷം കഴിഞ്ഞ പെരുന്നാളിന് കൊണ്ടുപോയില്ലേ? കഴിഞ്ഞ പെരുന്നാളിന് പോയില്ല, അതിന്റെ മുമ്പത്തേനാ പോയെ. ആണാ? നമ്മൾ രണ്ടുപേരും കൂടി 2 വീലറെ പോയി. അത് പോയി സാധനം കൂടി
കൊടുക്കാൻ. ശരണ്യ എന്തോ 26 വരെയും പെരുന്നാളുണ്ട്. ഉണ്ട്. ആ എന്നാ നമുക്ക് പോയാലോ? എന്ന് നാളെയോ? ആ എന്നാലും അച്ഛന് ഈ പനി തുമ്മല് മാറിയണമെങ്കിൽ നമുക്ക് പോകാം നാളെ. ആ അങ്ങനെ നമ്മളെ തുമ്മല് പറഞ്ഞാലേ നിങ്ങൾ രണ്ടുപേരും കൂടി വണ്ടിയെ പോന്നേ, വൈക്കപ്പോ രണ്ടുപേരും കൂടി. അപ്പൊ എന്നാലും അച്ഛനും അമ്മേനെ അത് കുഴപ്പമില്ല, ഞങ്ങള് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഒന്നുകൂടി പോകാം. അത് ശരിയല്ലല്ലോ, രണ്ടുപേരെ ഇവിടെ ഇട്ട്. അല്ല അങ്ങനെയൊന്നുമല്ല, അല്ല ശരണ്യ? അച്ഛന് പണി തന്നെ നമുക്ക് എല്ലാം കൂടെ പോവാം. അഥവാ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അഥവാ നാളെ പോയെന്നാ ഇത് കഴിയുമ്പോ അച്ഛനും അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ ഒന്നുകൂടി പോവാം. ആ നമുക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഒന്നുകൂടി പോകാം. 8ാം പെരുന്നാളിന് മുമ്പ്. 8ാം പെരുന്നാളിന് മുമ്പ്. അപ്പൊ പിള്ളേരും മനുണ്ട്, ആ അവരും രണ്ടുപേരും മനുണ്ടെന്നാണ് പറഞ്ഞ, മൂത്തവരും രണ്ടുപേരും. അപ്പൊ നാളെ വേണേ നമുക്ക് 2 വീലറെ പോയാലോ? നാളെ അവിടെ ഒരു കടയിൽ സാധനം കൊടുക്കാൻ പോണം. അതുകൊണ്ട് അപ്പൊ ആ വഴി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് കേറിയാലോ? പോകാം. അപ്പൊ ശരണ്യ, ഞാൻ ഇത് പറഞ്ഞു നിന്നപ്പോ നമ്മള് തീ കെടുത്തിയായിരുന്നു. ഇനി നല്ലതായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് ഇച്ചിരി ഫാൻ കൊള്ളിക്കാം. അപ്പൊ അതേ കണ്ട നല്ല കിരികിര കേക്കുന്ന രീതിയാണ് അത് മണം ഇപ്പഴും മണം അല്ലേ? നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. ഇഞ്ചിരിയെല്ലാം. അതെ അതെ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ അത് ചമ്മന്തി ആയില്ല. ചമ്മന്തി ഇടിച്ചാലും ചമ്മന്തി ആകുള്ളൂ. ആ എന്നാ ശരി, എന്നാ ഇത് ഇടിച്ച് പൊടിച്ചിട്ടൊക്കെ വിളിച്ചേര്. ഓക്കെ ശരണ്യ, എന്തോ ഇതെന്താണ് പിന്നെ തീ കത്തിക്കണത്? എന്റെ കൂട്ടുകാരെ വർത്തമാനം പറഞ്ഞ് നിന്ന നേരത്തെ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ കരിയാപ്പൂച്ചാട്ടനെ ഇട്ടില്ല. ആ അത് ഞാനാണ് കാരണക്കാരൻ. ഞാനാ പള്ളിയിലെ കാര്യമൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞപ്പോ നിങ്ങള് ചെയ്യേണ്ടതൊക്കെ തെറ്റിപ്പോയാ? തെറ്റിപ്പോയെന്ന്. അച്ചോ, എന്നാ അപ്പൊ ഞാൻ ഒന്നും കൂടെ തീ കത്തിച്ചു. ഒന്നുകൂടി തീ കത്തിച്ച്. കുഴപ്പമില്ല ഇപ്പൊ. ആ എന്നാ അങ്ങനെ ഒന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടൊക്കെ നല്ല സ്മെല്ലടിക്കണം. നമുക്ക് നമ്മളെ സ്വന്തം കരിയപ്പ. ശരണ്യ, എന്തോ എവിടം വരെ? അപ്പൊ കൂട്ടുകാരതെ നമ്മൾ തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ തണുത്തിട്ടുണ്ടോ? തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്താളാ. മിക്സിയിലിട്ട് അടിച്ചടിക്കുക. പണ്ട് മറ്റേ ഒരലിട്ടാണ് നേരത്തെ ഒക്കെ ഇടിച്ചെടുക്കണത്. ഇപ്പൊ ഒരലെങ്കും ഇല്ലല്ല. ഇപ്പൊ എല്ലായിടത്തും നമ്മളെ ഒരലില്ലല്ലോ, ഇവിടെ ഒലക്ക ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട്. ഒലക്ക ഇപ്പൊ ഇരിപ്പുണ്ട്, ഒരലൊക്കെ പോയി അല്ലേ? സാറേ നമുക്ക് മേടിക്കാം. അതെ. അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുക്കണം അല്ലേ? നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ആ എന്നാ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട്. ആരും ഒരലിട്ട് ഇടിക്കല. അതെ അതെ, അത് ശരിയാ. ഞാനൊക്കെ ഒത്തിരി ഇടിച്ചിട്ടുണ്ട്, അരി ഇടിച്ചിട്ടുണ്ട്. പിന്നെ ആട്ടുകല്ലെ വെച്ച് ദോശ അതെ അതെ അതെ. ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ടല്ലോ. ആ ഒരലെന്നും ഉരലെന്നും പറയാം. ഉരലാണ്. പിന്നെ മോട്ടർ നിറഞ്ഞു. ടാങ്ക് നിറഞ്ഞ് മോട്ടർ ഓഫാക്കാനാണ് പറയാൻ പോയത്. അപ്പൊ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് ജാറിലിട്ട് പൊടിച്ചെടുക്കട്ടെ അല്ലേ? കുറേശ്ശെ പൊടിച്ച് അപ്പൊ എല്ലാം പൊടിച്ചിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ചമ്മന്തിപ്പൊടിയായിട്ടുണ്ട്. കണ്ട, നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ്. കണ്ട കണ്ട, സൂപ്പർ. ഒന്ന് വാരി എടുത്ത് കാണിച്ച്. ആ കണ്ട. അപ്പൊ ഇത് കൂട്ടിയൊക്കെ അങ്ങോട്ട് ഒരു ചോറ്. അച്ഛനെ വിളിച്ച്. അതെ. അപ്പൊ കൂട്ടുകാരെ, അച്ഛനെ ഞങ്ങള് വിളിച്ചെണീപ്പിച്ചതാണ് അല്ലേ? അതെ അതെ. എന്താ പറയാ, ഞാനേ എനിക്ക് തുമ്മലാണ്. തുമ്മലിന്റെ ആ മരുന്നൊക്കെ കഴിച്ച് ടാബ്ലറ്റ് കഴിച്ചപ്പോൾ എനിക്കൊന്ന് ഉറങ്ങാവുന്നതാണ്. അപ്പം ഞാൻ മഴയൊക്കെ കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അന്നേരമാണ് അല്ല മുഖത്ത് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ ആ മരുന്ന് എന്തോ നല്ല ഉറക്കക്ഷീണമുണ്ട്. അതെ അതെ അതെ. അപ്പൊ അന്നേരമാണ് ചമ്മന്തിപ്പൊടി ഇണക്കി. ശരണ്യ തന്നെയല്ല, ശരണ്യ അമ്മയും കൂടിയാ. അമ്മയും കൂടിയാണല്ലേ? ആ ഞാൻ അറിയുന്നില്ലല്ലേ, ഞാനൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയി. അതെ അതെ.
അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. അപ്പൊ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യൂ. അതുപോലെ കൂട്ടുകാരെ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടാ. കാരണം പലയിടത്തും പല രീതിയിലാണ് ചമ്മന്തി പൊടിക്കുക. അല്ലേ ചില അമ്മ പിന്നെ ഇതില് മല്ലിപ്പൊടിയുടെ കാര്യം എന്തോ പറഞ്ഞു. 2-3 മല്ലിയൊക്കെ ചേർക്കും. ചിലവര് ഇങ്ങനെ മല്ലി ചേർക്കും. പിന്നെ ചിലര് ചേർക്കല മല്ലി ചേർത്തില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇരിക്കും അത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇണക്കിയത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന വിധമൊക്കെ ഞങ്ങളെ ഒന്ന് പറഞ്ഞു തന്നെ. പലയിടത്തും പല രീതി ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.